Hello guys, welcome to my channel Pencil and Ladle. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പൊള്ളപ്പൻ ചിക്കൻ ഫ്രൈ ആണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നന്നായി ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ, കോൺഫ്ലവർ പൗഡർ, കേർഡ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചിക്കൻ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആ കേട് കുറച്ച് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിരുമ്മി വയ്ക്കാം. കുറച്ച് നേരം വന്നിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ചിക്കനിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കാമെന്നാണ്. അതിനായിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഒരു 7 സ്പൂണോളം കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഒരു 3-4 നുള്ള് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 2 സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യാം. ദെൻ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 to 4 ടീസ്പൂൺ മുളക് പൊടി, നെക്സ്റ്റ് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആണ് ആവശ്യം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ചിക്കൻ ഒന്ന് വാഷ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് തിരുമ്മി എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ മസാല കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചിക്കൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്നും കൂടെ ഈ മസാലയിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ പൗഡർ ഒരു 3 സ്പൂൺ വീണ്ടും ആഡ് ചെയ്യാം. 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓരോ ചിക്കൻ പീസും മസാലക്കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കാൻ പാടില്ല. അത്യാവശ്യം നന്നായി 1 സൈഡ് മുരിഞ്ഞ ശേഷം മാത്രം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി പൊള്ളപ്പൻ ചിക്കൻ ഫ്രൈ സെറ്റായി വന്നിട്ടുണ്ട്.
പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കണ്ടില്ലേ? സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്.